ഒടുവിൽ കോഴിച്ചാൽ പട്ടത്തുവയൽ ഊരുകൂട്ടത്തിൽ കുടിവെള്ളമെത്തി. കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് തലച്ചുമടായി വെള്ളമെത്തിക്കുന്ന ഊരുകൂട്ടം കുടുംബങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും കുടിവെള്ള വിതരണത്തിന് നടപടിയെടുക്കുകയുമായിരുന്നു. കോഴിച്ചാൽ പട്ടത്തുവയൽ ഊരുകൂട്ടത്തിലെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപ്പാക്കിയ അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രഹസനമായതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം CCNet ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഊരുകൂട്ടത്തിൽ കുടിവെള്ള വിതരണം, നടപ്പാത നിർമ്മാണം, വീടുകളുടെ നവീകരണം എന്നിവ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ 1 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപ്പാക്കിയ പദ്ധതിയിൽ ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ കുഴിച്ചിടുക മാത്രമാണ് ചെയ്തതെന്നും ഊരുകൂട്ടത്തിലെ 4 കുടുംബങ്ങൾ കുടിവെള്ളം ശേഖരിക്കുന്നത് സമീപത്തെ നീർച്ചാലിൽ നിന്നാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ അധികൃതർ പ്രശ്നത്തിൽ ഇടപെട്ടു. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ഊരുകൂട്ടം നിവാസികൾ ആരോപിക്കുകയും ചെയ്തു. പദ്ധതിയിലെ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തു. ഈ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ കണ്ണൂർ ST ഓഫീസിൽ നിന്നുള്ള പ്രൊജക്ട് ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കഴിഞ്ഞ ദിവസം പട്ടത്തുവയൽ കോളനി സന്ദർശിച്ച് ഊരുകൂട്ടം നിവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് അടിയന്തരമായി ഊരുകൂട്ടത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ ഷാൻഡി ജോർജും പ്രശ്നത്തിന്റെ ഗൗരവം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതോടെ നേരത്തെ ഇവിടെ എത്തിച്ചിരുന്ന വാട്ടർ ടാങ്ക് യഥാവിധി സ്ഥാപിക്കുകയും പൈപ്പുകളിടുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു. ശനിയാഴ്ച രാവിലെ മുതൽ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഊരുകൂട്ടത്തിലെ 4 കുടുംബങ്ങൾക്കും വീട്ടുമുറ്റത്ത് കുടിവെള്ളം ലഭിച്ചു തുടങ്ങി. ഇതിപ്പം പറയാനെന്ന് പറഞ്ഞാൽ 25-ാം തീയതി ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ കോളനിക്കാരെ വോട്ട് ചെയ്യാല, അവർ വോട്ട് ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിന്നത്. ഞാൻ 25-ാം തീയതി ഒറ്റയ്ക്ക് ഇവിടെ വന്നു. ഇവരോട് വിവരമെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ല, വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം തന്നത്. ഞാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കരുത്, അത് മുടക്കാൻ പാടില്ല, നിങ്ങൾക്ക് വെള്ളം എത്രയും വേഗം നമ്മൾ എത്തിച്ചു തരും. അങ്ങനെയായി റോഷിയായിട്ട് ബന്ധപ്പെട്ടു. റോഷിയും ഞാനും കൂടെ വന്നു, ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ ഇവരെ ചാനലുകാർ വന്നു, എല്ലാം ആയി. അങ്ങനെയായി പേപ്പറിലെല്ലാം ആയി. ഇവർക്ക് കുണ്ടി കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വെള്ളം ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം, പഞ്ചായത്തിൽ നിന്ന് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് നേരത്തെ വേറെ ഉദ്യോഗസ്ഥന്മാർ TK പറക്കത്തിൻ്റെ ആൾക്കാരെല്ലാം വന്നു. മരണപൂസായിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഇവിടെ ഇരുന്നു. ഞങ്ങളതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഞങ്ങൾ പുറത്ത് വിടും. അങ്ങനെ സംഭവം. അങ്ങനെ ഇപ്പം വെള്ളം വേഗം ഇന്നലെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു വെള്ളം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഇനി അതുപോലെ ഇവരുടെ പല പ്രശ്നങ്ങളും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.